കന്നിക്കിരീടത്തിൽ മുത്തമിടുമ്പോൾ സ്മൃതി മന്ദാനയ്ക്കും സംഘത്തിനും അഭിമാനിക്കാം. വനിതാ ക്രിക്കറ്റ് ലീഗ് കിരീടം മാത്രമല്ല അവർ സ്വന്തമാക്കിയത്. 15 വർഷത്തെ IPL ചരിത്രത്തിൽ RCBയുടെ പുരുഷ ടീമിന് നേടാനാകാത്തതാണ് രണ്ടാം സീസണിൽ തന്നെ വനിതാ ടീം സ്വന്തമാക്കിയത്. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന കിരീട പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചാണ് സ്മൃതി മന്ദാനയുടെയും കൂട്ടരുടെയും വിജയം. ഡൽഹി ഉയർത്തിയ 113 റൺസ് വിജയലക്ഷ്യം ബാംഗ്ലൂർ 3 പന്തുകൾ ബാക്കി നിൽക്കെ മറികടന്നു. സ്കോർ ഡൽഹി ക്യാപിറ്റൽസ് 113, ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് 115. 32 റൺസ് എടുത്ത സോഫി ഡിവൈനും 31 റൺസ് എടുത്ത ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയും 35 റൺസുമായി പുറത്താകാതെ നിന്ന എലിസ് പെറിയും 14 പന്തിൽ 17 റൺസ് അടിച്ച റിച്ച ഘോഷുമാണ് ബാംഗ്ലൂരിന്റെ വിജയം അനായാസമാക്കിയത്. ഡൽഹിക്കായി മലയാളി താരം മിന്നു മണി ഒരു വിക്കറ്റ് എടുത്തു. 15 വർഷത്തെ IPL ചരിത്രത്തിൽ RCBയുടെ പുരുഷ ടീമിന് കഴിയാത്ത നേട്ടമാണ് രണ്ടാം സീസണിൽ തന്നെ വനിതാ ടീം സ്വന്തമാക്കിയത്. ചെറിയ വിജയലക്ഷ്യത്തിലേക്ക് കരുതലോടെയാണ് ബാംഗ്ലൂർ തുടങ്ങിയത്. ഓപ്പണിംഗ് വിക്കറ്റിൽ സാഹസത്തിനൊന്നും മുതിരാതെ 8 ഓവറിൽ ബാംഗ്ലൂർ 49 റൺസ് എടുത്തു. 27 പന്തിൽ 32 റൺസ് എടുത്ത സോഫി ഡിവൈനെ മടക്കിയത് ഷിഖ പാണ്ഡെയാണ്. 1 ഡൗണായി എത്തിയ എലിസ് പെറി താളം കണ്ടെത്താൻ സമയമെടുക്കുകയും ക്യാപ്റ്റൻ സ്മൃതി മന്ദാന കരുതലോടെ കളിക്കുകയും ചെയ്തു. 4 ഓവറോളം ബൗണ്ടറികളൊന്നും വന്നില്ല. അവസാനം അരുന്ധതി റെഡ്ഡിയുടെ ഓവറിൽ 2 ബൗണ്ടറി നേടി പെറിയും മന്ദാനയും മുന്നോട്ടു പോയെങ്കിലും തന്റെ ആദ്യ ഓവറിൽ തന്നെ ബാംഗ്ലൂർ ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയെ വീഴ്ത്തി മലയാളി താരം മിന്നു മണി മിന്നി. 39 പന്തിൽ 31 റൺസ് എടുത്ത മന്ദാനിയെ മിന്നുമണിയുടെ പന്തിൽ അരുന്ധതി റെഡ്ഡി ക്യാച്ചെടുത്ത് പുറത്താക്കി. പിന്നീടെത്തിയ റിച്ച ഘോഷ് പെറിക്ക് പിന്തുണ നൽകിയതോടെ ബാംഗ്ലൂരിന്റെ സമ്മർദ്ദമകന്നു. ബാംഗ്ലൂരിനായി പന്തെറിഞ്ഞ തിരുവനന്തപുരംകാരി ആശാ ശോഭന 3 ഓവറിൽ 14 റൺസിന് 2 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി ബൌളിംഗിൽ തിളങ്ങിയപ്പോൾ ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയ വയനാട്ടുകാരി മിന്നു മണി തന്റെ ആദ്യ ഓവറിൽ തന്നെ RCB ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയെ പുറത്താക്കി. 2 ഓവറിൽ 12 റൺസിന് 1 വിക്കറ്റാണ് മിന്നു മണി വീഴ്ത്തിയത്. നേരത്തെ ടോസ് നേടി ക്രീസിലിറങ്ങിയ ഡൽഹിക്ക് ഓപ്പണിംഗ് വിക്കറ്റിൽ ഷഫാലി വർമ്മയും ക്യാപ്റ്റൻ മെക്ലാനിങ്ങും ചേർന്ന് നല്ല തുടക്കമാണ് നൽകിയതെങ്കിലും അത് മുതലെടുക്കാൻ പിന്നാലെ എത്തിയവർക്ക് കഴിഞ്ഞില്ല. 7 ഓവറിൽ ഇരുവരും ചേർന്ന് 64 റൺസ് അടിച്ചു. 27 പന്തിൽ 3 സിക്സും 2 ഫോറും അടക്കം 44 റൺസ് അടിച്ച ഷഫാലിയായിരുന്നു തുടക്കം മിന്നി നിന്നത്. എന്നാൽ 8-ാം ഓവറിലെ ആദ്യ പന്തിൽ മോളി നെക്സിനെ 6-ന് പുറത്താക്കാനുള്ള ഷഫാലിയുടെ ശ്രമം സ്ക്വയർ ലെഗ് ബൗണ്ടറിയിൽ വറേഹാമിമിന്റെ ക്യാച്ചിൽ ഡൽഹിയുടെ തകർച്ച തുടങ്ങി. മരീസാനെ ക്യാപ്പിനെയും ജസ് ജൊനാസനെയും വീഴ്ത്തി മലയാളി താരം ആശാ ശോഭനയും മിന്നും പ്രകടനം കാഴ്ചവെച്ചു. ന്യൂസ് ഡെസ്ക് യൂടോക്ക്.